ശ്ലോകം 9. ആദായ ഭോജ്യാനനുഗൃഹ്യതാഹ. വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് വരിക. ബ്രാഹ്മണികൾ അവർ കൊണ്ടുവന്നിരിക്കുന്നതായ ആഹാര സാധനങ്ങൾ ഇലയൊക്കെ കൊണ്ടുവന്നുണ്ട്, എല്ലാം ഇട്ട് കൊടുത്തു, എല്ലാം സ്വീകരിച്ചു. പൊക്കോളൂ, ഇനി പൊക്കോളൂ എന്ന് പറഞ്ഞു. അത് പോയില്ല. ഞങ്ങൾ പോയാൽ ഞങ്ങളെ അവർ തല്ലി കൊല്ലും, അങ്ങനെ കൈ തട്ടി തെറിപ്പിച്ചിട്ടാണ് വന്നിരിക്കണേ. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഉണ്ണിയുടെ കൂടെ തന്നെ ഇരിക്കണം. ത്വദംഗസംഗ സ്പൃഹയോജ്ജതീർഗൃഹം. ഭഗവാന്റെ ആ ശരീരവുമായിട്ടുള്ളതായ സംഘം വേണം, ആ സ്പൃഹ അവരുടെ ഉള്ളിലിരിക്കണം. അങ്ങനെ ഉജ്ജതീർഗൃഹം, ഗൃഹത്തിനെ അവർ ഉപേക്ഷിക്കുകയാണ്. ഭർത്താവിനെയും ഗൃഹത്തിനെയും ധനത്തിനെയും എല്ലാം ഉപേക്ഷിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു പാടില്ല, അത് പാടില്ല. നിങ്ങളൊക്കെ വിവാഹം ചെയ്ത ബ്രാഹ്മണികളാണ്. ആ ബ്രാഹ്മണർ യാഗം മുഴുവനാക്കണമെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കണം. പോകൂ, നിങ്ങൾ പോയി ആ യാഗം മുഴുവനാക്കൂ. വിലോകേ യജ്ഞായ, യജ്ഞത്തിനായി അവരെ അയച്ചു. യജ്ഞായ വിസർജയൻ, യജ്ഞത്തിനായി അവരെ അയച്ചു. ചകർത്ഥ ഭർതൃഹീന പിതാ സ്വഗർഹണാൻ, ആ ഭർത്താക്കന്മാരെയും അഭക്തന്മാരായ ഭർത്താക്കളെയും കുറ്റമില്ലാത്തവരായി, അഗർഹണാൻ, ആ നിന്ദിച്ചതായ അവരെ നിന്നയില്ലാത്തവരാക്കി തീർത്തു. അപ്പോൾ അവരുടെ ഇവരുടെ പേടി എന്തായിരുന്നു? ഞങ്ങൾ പോയാൽ ഞങ്ങളെ തല്ലി കൊല്ലും എന്നുള്ള ഭയം. നിങ്ങൾ ഒന്നും ചെയ്യില്ല, നിങ്ങൾ പോക്കോളൂ. ഈ ഭാര്യമാരിൽ അല്പം പോലും നിന്നയില്ലാതെ അവർ പെരുമാറും എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞയച്ചു. അതുതന്നെയാണ് സംഭവിച്ചത്. ആ ഭഗവത് പ്രേരണ കൊണ്ട് ഈ ബ്രാഹ്മണരുടെ എല്ലാവർക്കും മനസ്സ് മാറി. എപ്പോൾ ഒരു സ്ത്രീ മരിച്ചില്ലേ, ആ മരിച്ചു കണ്ടതായ സമയത്ത് ഈ വന്നത് ഭഗവാൻ തന്നെ ആയിരിക്കും എന്നവർ വിചാരിച്ചു. അവർ മനസ്സ് മാറ്റി തങ്ങളുടെ ഭാര്യമാർ വരുന്നതിനെ കാത്തു നിൽക്കുകയായിരുന്നു, അവരെ സ്വീകരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ ഭക്തകളാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരെ സ്വീകരിച്ചത്. ശ്ലോകം 10. നിരൂപ്യ ദോഷം നിജം, തങ്ങളുടെ ഓരോരുത്തരുടെയും ദോഷത്തെക്കുറിച്ച് അവർ നിരൂപണം ചെയ്തു, ചിന്തിച്ചു. ഭഗവാൻ തന്നെ വന്നിട്ട് ചോറ് ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലല്ലോ. നമ്മുടെ ഭാര്യമാർക്കല്ലേ ഭക്തി ഉണ്ടായത്, അവരല്ലേ അവർക്ക് ചോറ് കൊണ്ടിക്കൊടുത്തത്. നിജം അംഗനാഥനെ വിലോക്യ ഭക്തിം ച, തങ്ങളുടെ ഭാര്യമാർക്ക് എല്ലാവർക്കും ആ ഭക്തി കണ്ടിട്ട് പുനർവിചാരിഭി, ഏതൊരു കുറ്റമാണോ അവർ ചെയ്തത്, തെറ്റാണോ അവർ ചെയ്തത്, അതിനെക്കുറിച്ച് വീണ്ടും വിചാരം ചെയ്യുക. പുനർവിചാരിഭി, വീണ്ടും വിചാരം ചെയ്തു. പ്രബുദ്ധ തത്വൈ, ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു, അവർക്ക് തത്വം മനസ്സിലായി. ഇടയനായാലും ഭഗവാനാവാം. ഇവിടെ ആത്മാവ് ഒന്നേ ഉള്ളൂ, ആ ആത്മാവാണ് സകല ജീവജാലങ്ങളിലും ഉള്ളത് എന്നുള്ളതായ തത്വം. അനേകം ആത്മാക്കളില്ല, ആത്മാവ് ഒന്നേ ഉള്ളൂ. ആ ആത്മാവാണ് ഇപ്പോൾ കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതായ തത്വം മനസ്സിലായി. പ്രബുദ്ധ തത്വൈ ത്വം അഭിശ്രുതോദിജൈ, ഭാഗവത്തിൽ വളരെ വിശദമായിട്ടാണ് ഈ ഭാഗം ചർച്ച ചെയ്യുന്നത്. അവരെല്ലാം നിന്ദിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് വലുതായി തെറ്റുപറ്റി, ഞങ്ങൾ വേദം പഠിച്ചിട്ട് എന്താ കാര്യം, ആ പഠിപ്പ് കൊണ്ട് യാതൊരു കാര്യവുമില്ലാതായി തീർന്നില്ലേ, ഞങ്ങളുടെ പഠിപ്പ് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അതെല്ലാം നിഷ്ഫലമായി പോയി, ഞങ്ങൾക്ക് ബ്രാഹ്മണ ജന്മം കിട്ടി, അതുകൊണ്ട് എന്താ കാര്യം, അതുകൊണ്ടും യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ യാഗം ചെയ്തു, അതുകൊണ്ട് എന്താ കാര്യം, അതുകൊണ്ടും കാര്യമില്ല. അങ്ങനെ എന്തൊക്കെ അവർ നേടിയോ അതെല്ലാം നിന്ദ്യമാണ്. എന്തുകൊണ്ട്? ഭഗവാൻ വന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കൊടുത്തില്ല. പ്രബുദ്ധ തത്വൈ,
ശരിയായ തത്വം അവർക്ക് മനസ്സിലായി. അവർ ഭഗവാനെ സ്തുതിച്ചു. അഭിഷ്യുതോ, നന്നായി സ്തുതിച്ചു. രിജൈഹി, അങ്ങനെ അഭക്തന്മാരായ ബ്രാഹ്മണരാൽ സ്തുതിക്കപ്പെട്ട മരുൽപുരാധീശ, ഹേ ഗുരുവായൂരപ്പ. സ്ഥൂലാർത്ഥം: മരുത് വായുദേവൻ. മരുത്പുരം, വായുനാഥൻ വിളിക്കപ്പെട്ട പുരം ഗുരുവായൂർ. അതിൻ്റെ അധീശൻ ഗുരുവായൂരപ്പൻ. സ്ഥൂലാർത്ഥം. സൂക്ഷ്മാർത്ഥം: മരുത് നമ്മുടെ ഉള്ളിലെ പ്രാണൻ. പ്രാണൻ്റെ പുരം നമ്മുടെ ശരീരം. ശരീരത്തിൻ്റെ ഈശൻ ആത്മാവ്. ഗുരുവായൂരപ്പൻ നമ്മുടെ ആത്മാവാണ്. മരുത്പുരാധീശ നിരുന്ധിമേകതാൻ. എന്ത് സൂക്കേടുകളാണോ എനിക്കുള്ളത്, ശാരീരികമായ സൂക്കേട്, മാനസികമായ സൂക്കേട്, അതിനെല്ലാം എന്നെ മോചിപ്പിക്കണേ. അതിനുള്ളതായ ആരോഗ്യം എനിക്ക് തരണമേ. ചെരിഞ്ഞു നോക്കി എവിടേക്കോ നോക്കി നിൽക്കണു. ആർക്കും കൊടുക്കാറായിട്ടില്ല. 61 ആയിട്ടുള്ളൂ. 100 ദശകമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത്. എന്താഗ്രഹം സാധിപ്പിക്കും. 100 ദശമായിട്ടും കഴിഞ്ഞു. ഓർമ്മ വെച്ചു. അത് മാത്രം മതി നമുക്ക് ഉദാഹരണം. 100 ദശകം എന്ന അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഉണ്ടായിരുന്നു. അതുവരെ ഭഗവാൻ കാത്തു നിന്നു. ആ 100ാമത്തെ ദശകത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. നിരുന്ധിമേകതാൻ, എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റി എന്നെ അനുഗ്രഹിക്കണേ. എപ്രകാരം അഭക്തരായ ബ്രാഹ്മണരെ അങ്ങ് അനുഗ്രഹിച്ചുവോ? ഞാൻ ഭക്തിയുള്ളവനല്ലേ, അങ്ങയുടെ സ്തുതികളല്ലേ പാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എന്നെ അനുഗ്രഹിച്ചുകൂടെ എന്നുള്ളതായ ആ ഒരു ചോദ്യം കൂടി അതോടെയുണ്ടെന്നർത്ഥം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.